പത്തനംതിട്ട പോക്സോ കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച പോലീസ്. കേസിൽ 15 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. പ്രായപൂർത്തിയാകും മുൻപ് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ 5 പേരാണ് ഇന്നലെ അറസ്റ്റിലായത്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, വലിയ ഞെട്ടലുളവാക്കിയ ഒരു സംഭവം. 62-ലധികം പ്രതികൾ ഉണ്ടെന്നാണ് വിവരം. ഇതുവരെ 15 പേർ അറസ്റ്റിലായി. മറ്റുള്ളവരെയൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസിന്? നീലിമ, 62 പേരിൽ 42 പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഫോൺ നമ്പറുകൾ സഹിതമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. പെൺകുട്ടിയുടെ പിതാവിന്റെ ഫോണിൽ നിന്നുമാണ് ഈ പ്രതികൾ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ പിതാവിന്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരുന്ന ഈ നമ്പറുകളെല്ലാം പോലീസ് പെൺകുട്ടിയിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പെൺകുട്ടി. അതുകൊണ്ട് തന്നെ 40ഓളം ആളുകളെ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പ്രതികളെ കണ്ടെത്തുന്നതിനുള്ള ഊർജിതമായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. വരും മണിക്കൂറുകൾ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പത്തനംതിട്ട സ്റ്റേഷനിൽ 10 പേരെ രാവിലെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. വരും മണിക്കൂറുകളിൽ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഇന്നലെ ഇലവുംതിട്ട സ്റ്റേഷനിലാണ് 5 പേരെ അറസ്റ്റ് ചെയ്തത്. ഈ 5 പേർ കൂട്ടബലാത്സംഗമാണ് പെൺകുട്ടിയെ നടത്തിയത്. കൂട്ടബലാത്സംഗ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇനി ഉള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വ്യാപകമായ അന്വേഷണം. ഇവരിൽ പലരും പത്തനംതിട്ട ജില്ല വിട്ട് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. 5 വർഷം മുൻപ് നടന്ന 5 വർഷത്തോളം സമയത്ത് നടന്നിരിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് പലരും പത്തനംതിട്ട ജില്ല വിട്ട് പുറത്തു പോകാനുള്ള സാധ്യത, വിദേശത്തേക്ക് പോകാനുള്ള സാധ്യത, ഈ സാധ്യതകളെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് നടത്തുന്ന അന്വേഷണത്തിന് പത്തനംതിട്ട DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് നേതൃത്വം നൽകുന്നത്, കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും ഈ പ്രതികളെ സംബന്ധിച്ചിട്ടുള്ള പ്രതികളിൽ 40-ലധികം ആളുകളെ 62 പ്രതികളിൽ 40-ലധികം ആളുകളെ സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ, പേര് വിവരങ്ങൾ, ഇവരെപ്പോഴാണ് ഈ പീഡനം നടത്തിയത്, ഏത് സമയത്തായിരുന്നു, ഏത് സാഹചര്യത്തിലായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ കൃത്യമായി തന്നെ മൊഴിയായിട്ട് പെൺകുട്ടി CWCക്കും പിന്നീട് പോലീസിനും നൽകിയിട്ടുണ്ട്. CWCക്ക് ലഭിച്ചിരിക്കുന്ന മൊഴിയാണ് ഇത്രയും വലിയ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന, കേരളത്തെ തന്നെ ലജ്ജിപ്പിക്കുന്ന ഈ പീഡന വിവരം പുറത്തുവരാൻ കാരണമായത്. ആദ്യം മഹിളാ സൗമിഖ്യ എന്ന് പറയുന്ന സന്നദ്ധ പ്രവർത്തകർ വീടാന്തരം കയറി നടത്തിയ കൗൺസിലിംഗ്, ആ പെൺകുട്ടികൾ ഉള്ള വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ ആ ഒരു കൗൺസിലിംഗിലാണ് പെൺകുട്ടി ആദ്യം ഈ പീഡന വിവരം സംബന്ധിച്ചിട്ടുള്ള ചില വിവരങ്ങൾ പുറത്തു പറയുന്നത്. പിന്നീട് ഈ സന്നദ്ധ പ്രവർത്തകർ CWCയെ വിവരം അറിയിക്കുകയായിരുന്നു. CWC പ്രവർത്തകർ നടത്തിയ വിശദമായിട്ടുള്ള കൗൺസിലിങ്ങും മറ്റിലുമാണ് കൃത്യമായി ഈ 62ഓളം ആളുകൾ കഴിഞ്ഞ 5 വർഷമായത്, അതായത് 2019 മുതലുള്ള കഴിഞ്ഞ 5 വർഷം, 13 വയസ്സ് മാത്രം പ്രായമുള്ള സമയം മുതൽ പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ കൃത്യമായി CWC നടത്തിയ ആ കൗൺസിലിംഗിൽ പെൺകുട്ടി വിശദമായി പറയുന്നത്. അങ്ങനെ CWC ഏർപ്പാടാക്കിയ കൗൺസിലിംഗ് സംഘം 2 റിപ്പോർട്ടുകൾ CWCക്ക് നൽകുന്നു. പേര് വിവരങ്ങൾ സഹിതമുള്ള വിശദാംശങ്ങളുള്ള ഈ റിപ്പോർട്ട് പിന്നീട് പോലീസിന് നേരിട്ട് കൈമാറുകയും പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട്, ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ഉടനടി പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി പത്തനംതിട്ട പോക്സോ കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. കേസിൽ 15 പേരാണ് ഇതുവരെ പിടിയിലായത്. 45 പ്രതികളെ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് മിഥുൻ മുരളി പങ്കുവച്ചത്.